എന്നെ ട്രോളുന്ന, എന്നെ വിമർശിക്കുന്ന, ഞാൻ റീൽസ് ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന, ഷോ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഏതെങ്കിലും ഒരു സൈബർ സഖാവിന് എന്റെ ഈ പോസ്റ്റിനടിയിൽ ഒന്ന് കമന്റ് ചെയ്ത് ഏത് പദ്ധതിയാണ് അദ്ദേഹം ഇവിടെ. പ്രിയപ്പെട്ടവരെ, പത്തനാപുരത്തിന്റെ കിഴക്കൻ മലയോര പ്രദേശമായിട്ടുള്ള മാങ്കോട്, പൂങ്കുളഞ്ഞി, മുള്ളുനിരപ്പ്, നടുപുരപ്പ്, എടത്ര ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം എല്ലാ വരൾച്ച കാലത്തും അതിരൂക്ഷമാകാറുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും, എല്ലാ സാമ്പത്തിക വർഷവും ഓൺ ഫണ്ടിൽ നിന്നോ ജനറൽ ഫണ്ടിൽ നിന്നോ 4 ലക്ഷം രൂപ വരെ മുടക്കിയിട്ടാണ് കുടിവെള്ള വിതരണം ചെയ്യാറുള്ളത്. അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് ആ പദ്ധതി നടപ്പിലാക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ 25 വർഷമായി പത്തനാപുരത്തിന്റെ MLA ആയി തുടരുന്ന, സ്ഥലത്തെ മന്ത്രിയായിട്ടുള്ള, കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ എന്ത് പരിഹാരമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? 25 വർഷമായി നമ്മൾ ഒരാളായി, നമ്മുടെ ജനപ്രതിനിധിയായി, ഇപ്പോൾ മന്ത്രിയായി തുടരുന്ന ഗണേഷ് കുമാർ ഒരു കുടിവെള്ള പദ്ധതി പോലും ഈ നാട്ടിന് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം ഒരു പരാജയമായി. എന്നെ ട്രോളുന്ന, എന്നെ വിമർശിക്കുന്ന, ഞാൻ റീൽസ് ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന, ഷോ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഏതെങ്കിലും ഒരു സൈബർ സഖാവിന് എന്റെ ഈ പോസ്റ്റിനടിയിൽ ഒന്ന് കമന്റ് ചെയ്ത് ഏത് പദ്ധതിയാണ് അദ്ദേഹം ഇവിടെ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരാജയമാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായി വരും. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെ സംയുക്ത പദ്ധതിയായിട്ടുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര പ്രദേശ കുടിവെള്ള പദ്ധതി പരിഹരിക്കുന്നതിന് വേണ്ടി 2022-ൽ പണി തുടങ്ങിയിട്ടുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ വലിയ 2 ടാങ്കുകളാണ് മാങ്കോടും പൂങ്കുളഞ്ഞിയും പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് തുടർ നടപടികൾ ഇതുവരെയും മുന്നോട്ട് പോകുന്നില്ല. കാരണം കരാർ എടുത്തിട്ടുള്ള കരാറുകാരനും പത്തനാപുരത്തെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള വ്യത്യാസം കാരണം, അവർ തമ്മിലുള്ള സൗന്ദര്യപ്പിറക്കം കാരണം ആ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരു വാട്ടർ ടാങ്കാണ് എന്റെ ഈ സമീപം കാണുന്ന ഈ വാട്ടർ ടാങ്ക്. ഇതുവരെ ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ ഭരണസമിതി ഇരിക്കുന്ന സമയത്താണ് ഇത് പണി തുടങ്ങിയിട്ടുള്ളതും ഇപ്പോൾ ഈ അവസ്ഥ വരെ എത്തിയിട്ടുള്ളതും. എന്നാൽ ഈ അടുത്ത സമയത്തായി 6 മാസമായി ഇതിന്റെ പുരോഗമന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് MLA-യും കരാറുകാരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ്. സാധാരണപ്പെട്ട ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ കാലങ്ങളിൽ ഈ മേഖലയിൽ നിന്നും വിജയിച്ചിട്ട് പോയിട്ടുള്ള ഒരു ജനപ്രതിയും ശാശ്വതമായി കഴിഞ്ഞ 50 വർഷം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഇടതുപക്ഷ സഹയാത്രികരായിരുന്നു. ഈ സഹയാത്രികരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഒരാൾ പോലും ഈ പ്രദേശത്തുള്ള കുടിവെള്ള പദ്ധതിക്ക് ഒരു പരിഹാരം കാണുവാൻ, പുതിയൊരു പദ്ധതി നടപ്പിലാക്കുവാൻ സമീപിച്ചിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല, അതിന് പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംയുക്ത പദ്ധതികൾ ഒന്നും തന്നെ ഇവിടെ കുടിവെള്ള പരിഹാരത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നെ ട്രോളുന്ന, എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക. എല്ലാ വർഷവും നടപ്പിലാക്കുന്ന പോലുള്ള കുടിവെള്ള വിതരണത്തിന് ഈ വർഷവും ഗ്രാമപഞ്ചായത്ത് ടെൻഡർ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് അതിൻ്റെതായ വഴിക്ക് നടക്കും. ഈ ജൽജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരിക്കുന്ന വേളയിൽ, അടുത്ത സമയം തന്നെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ പൂർത്തീകരിക്കുന്ന വേളയിൽ ഈ മേഖലയിലുള്ള കുടിവെള്ള പ്രശ്നത്തിനുള്ള ശാശ്വതമായിട്ടുള്ള ബുദ്ധിമുട്ട് അവസാനിപ്പിച്ച് എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാകും എന്നുകൂടി അറിയിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ കുടിവെള്ളത്തിനെതിരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കാലിക്കുടവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോയി സമരം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സമരങ്ങൾ ഇവിടെ നടത്തുമ്പോൾ ഇതൊക്കെ ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ആ വിഷയങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുമാണ്. ആ സമരങ്ങൾ ഒന്നും ചെയ്യാതെ, ഇത്തരം സമരങ്ങൾ ഒന്നും ചെയ്യാതെ, ജനകീയ സമരങ്ങൾ ഒന്നും ഏറ്റെടുക്കാതെ, അല്ലെങ്കിൽ ബഹുജന സമരങ്ങൾ ഒന്നും ചെയ്യാതെ, ബഹുജന സമരങ്ങൾ ഏറ്റെടുക്കാതെ പാർട്ടിയുടെ അടിമകളായി പ്രവർത്തിക്കുന്ന ചില സൈബർ സഖാക്കൾ അവർ തിരിച്ചറിയുക. നാട്ടിൽ നിങ്ങളെ പോലെ നിങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ സൈബർ ഇടങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. ഗുണ്ടായിസവും മസിൽപ്പെരുപ്പും മാത്രമല്ല ആളുകൾക്കിടയിൽ കാണിക്കേണ്ടത്. ജനകീയതയും ആളുകളുടെ ആവശ്യങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കുന്ന ജനകീയ പ്രവർത്തനത്തിന് കുറച്ച് സമയം കണ്ടെത്തുക. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും.